ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ്, ചെറുപുഴ, കാക്കയഞ്ചാൽ. ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി. കുന്നോത്ത് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ അണ്ടർ 17 ടീമിനും റണ്ണറപ്പായ അണ്ടർ 19 ഗേൾസ് ടീമിനും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അണ്ടർ 19 ബോയ്സ് ടീമിനും പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സ്വീകരണം നൽകി. ഇതോടനുബന്ധിച്ച് നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ KV രാജൻ വിജയികൾക്ക് മെഡലുകൾ അണിയിച്ചു. പ്രിൻസിപ്പൽ KV സജി ട്രോഫികൾ വിതരണം ചെയ്തു. സ്കൂളിലെ കുട്ടികൾക്ക് വടംവലിയിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നതിനായി സ്ഥിര പരിശീലനം നൽകി വരുന്ന കായിക അധ്യാപകൻ ശ്രീ സുനീഷ് ജോർജ്, കോച്ചുമാരായ ശ്രീ മുകേഷ് KC, ഗോഡ്വിൻ ജോസഫ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. അതേപോലെ തന്നെ അണ്ടർ 19 ഗേൾസ് ഇപ്പോൾ അവര് ജില്ലാതലത്തിൽ 2ാം സ്ഥാനം നേടി. അണ്ടർ 19 ബോയ്സ് 3ാം സ്ഥാനം നേടി. അപ്പൊ അങ്ങനെ അവിടെ പങ്കെടുത്ത ഇനങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി. ഈ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ അസംബ്ലി ഇവിടെ പ്രധാനമായും ചേർന്നിട്ടുള്ളത്. വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. And winner of this competition, Sridev Govind. Congratulations. Gayatri Sunil, Devika Dilip, Anamika KL, Riya Jannat, Devika Biju, ടീം അംഗങ്ങൾ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഒന്നടങ്കം വന്ന് ട്രോഫി സ്വീകരിക്കേണ്ടതാണ്. ട്രോഫി നിറഞ്ഞൊരു കൈഡി. മേഘ വിനോദ്, റിഫാന സിദ്ദീഖ്, ആഷിക ഷിജു, ഫാത്തിമത്തുൽ സഹമ, അവന്തിക വിശാലൻ, അനുഷ KK, അനന്യ KK, ആര്യ KK. ടീം അംഗങ്ങൾ ഒന്നടങ്കം മുമ്പോട്ട് വന്ന് ട്രോഫി മേടിക്കേണ്ടതാണ്. ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും കൂടി ഒരുമിച്ച് ആ ട്രോഫി വിജയികൾക്ക് നൽകുന്നു. ഈ കഴിഞ്ഞ ദിവസം മത്സരത്തിന് പോയപ്പോൾ കുട്ടികളുടെ കൂടെ അനുഗമിച്ച ടീച്ചർമാരായ സുനിത ടീച്ചറെയും സോജൻ സാറിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പരിശ്രമങ്ങൾ തുടരണം. ഇപ്പൊ ഇവിടെ അസോസിയേഷൻ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നഷ്ടപ്പെട്ട ടീമുകളൊക്കെ സ്കൂൾ മത്സരങ്ങളിൽ, അതിന്റെ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ 1ാം സ്ഥാനം നേടിയെടുത്തുകൊണ്ട് ഈ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനം ഉയർത്താനുള്ള പരിശ്രമം ഉണ്ടാകണം. ആ മത്സരങ്ങളിലും എല്ലാവിധ വിജയാശംസകളും ആദ്യം തന്നെ നേരുകയാണ്. അതോടൊപ്പം മറ്റൊന്ന് പറയാനുള്ളത്, ഈ വർഷത്തെ PTA ഫണ്ട് എന്റെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളെടുത്ത് കഴിഞ്ഞ അസംബ്ലിയിൽ തന്നെ ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ ഹയർ സെക്കൻഡറി +2 കുട്ടികളും 500 രൂപ PTA ഫണ്ട് ഓഗസ്റ്റ് 15-ന് മുമ്പായിട്ട് അടയ്ക്കണം. +1 കുട്ടികൾ ഇപ്പം അടച്ചതാണ്. +1 കുട്ടികൾ ഇപ്പൊ അടയ്ക്കേണ്ടതില്ല, +2 കുട്ടികൾ അടയ്ക്കണം. അതുപോലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളും ഈ വർഷം ചേർന്ന കുട്ടികൾ വേണ്ട, മറ്റു കുട്ടികളൊക്കെ PTA ഫണ്ട് അത് എത്രയും പെട്ടെന്ന് അടയ്ക്കണം. കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ ഹെഡ് മാസ്റ്റർ പറഞ്ഞതാണ്. 500 രൂപ വീതം ആണ് ഓരോ രക്ഷിതാവ്, ഓരോ കുട്ടിയുടെ ഒരു രക്ഷിതാവ് 500 രൂപ വീതം. ഒരു വീട്ടിൽ നിന്ന് 2 കുട്ടികളുണ്ടെങ്കിൽ 500 രൂപ അടച്ചാൽ മതി. 2 ആണെങ്കിലും 3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും 500 രൂപയാണ് അടയ്ക്കേണ്ടത്.
നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ കായിക മത്സരങ്ങൾ വരാൻ പോവുകയാണ്. സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏറ്റവും മികച്ച പയ്യന്നൂരിലും ജില്ലയിലും ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തി ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു നമ്മുടെ PTA ഫണ്ട് നാളെ മുതൽ തന്നെ കൊണ്ടുവരിക. ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ആഴ്ച നമ്മുടെ സ്കൂൾ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ സന്ദർശിക്കാൻ വരികയാണ്. സ്കൂളിന്റെ മുക്കിലും മൂലയിലും അവർ പരിശോധന നടത്തും. 7 പേരടങ്ങുന്ന ടീം വരും. അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ കായിക മത്സരങ്ങൾ വരാൻ പോവുകയാണ്. സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏറ്റവും മികച്ച പയ്യന്നൂരിലും ജില്ലയിലും ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തി ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു നമ്മുടെ PTA ഫണ്ട് നാളെ മുതൽ തന്നെ കൊണ്ടുവരിക. ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ആഴ്ച നമ്മുടെ സ്കൂൾ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ സന്ദർശിക്കാൻ വരികയാണ്. സ്കൂളിന്റെ മുക്കിലും മൂലയിലും അവർ പരിശോധന നടത്തും. 7 പേരടങ്ങുന്ന ടീം വരും. അതിനുശേഷം ഗായത്രി സുനിൽ, ദേവിക ദിലീപ്, അനാമിക KL, റിയ ജന്നത്ത്, ദേവിക ബിജു. ടീം അംഗങ്ങൾ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഒന്നടങ്കം വന്ന് ട്രോഫി സ്വീകരിക്കേണ്ടതാണ്. ട്രോഫി and winner of this competition, Sridev Govind. കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമതീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.